ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഇന്നൊരു മത്തി ഫ്രൈ ആണ്. എനിക്ക് അങ്ങനെ വലിയ കുക്കിംഗ് ഒന്നും അറിയില്ല. ഒരു യൂട്യൂബ് വീഡിയോ കണ്ട് നമ്മളൊന്ന് ട്രൈ ആക്കുകയാണ്. ഒരു ജസ്റ്റ് ഒരു മത്തി ഫ്രൈ, ഒരു വെറൈറ്റി, ഒരു വൈറലായിട്ടൊരു മത്തി ഫ്രൈ ഐറ്റം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, ആദ്യം നമുക്കൊന്ന് പാന് വെക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് ചട്ടി ഒന്ന് ചൂടാക്കാം. ചട്ടി ചൂടായതിനു ശേഷം നമുക്കൊരു വെളിച്ചെണ്ണ കുറച്ചധികം ഒഴിക്കാം കേട്ടോ. ഡീപ്പ് ഫ്രൈ നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ടുണ്ട്. തീ കുറച്ച് വെക്കാം. ഈ എണ്ണ ഒന്ന് തിളച്ച് വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എനിക്ക് അത്ര കുക്കിംഗ് അറിയില്ല, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയാം. നമുക്കതൊന്ന് നല്ല ചൂടാക്കിയിട്ടൊന്ന് വരുന്ന വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ദെൻ ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഞാനൊന്ന് കാണിച്ചു തരാം. മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില, ഇത്ര കാര്യങ്ങൾ ആവശ്യമുള്ളൂ. അപ്പോൾ കുറച്ച് അത്യാവശ്യം ചെറിയ മത്തിയൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ ചെറിയ സൈസ് മത്തി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ എണ്ണ പൊട്ടി തെറിക്കേണ്ട ഇതിലേക്ക് ആവശ്യമായ മുളക് പൊടി കുറച്ച് വയ്ക്കാം. ഇപ്പോഴും സ്ലോ ഫ്ലെയിമിൽ ഉണ്ടാക്കിയാൽ മതി. ഇത് കരിയാതിരിക്കാൻ ശ്രദ്ധിക്കുക, കാരണം സ്ലോ ഫ്ലെയിമിൽ ഉണ്ടാക്കിയാൽ മതി. കുറച്ച് മഞ്ഞൾപ്പൊടി, തോനെടുക്കണ്ട, കുറച്ച് മഞ്ഞൾപ്പൊടി എടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, ഇതിലേക്ക് ഇനി നമ്മൾ ആവശ്യമുള്ളത് ഇടുന്നത് ഉള്ളി ചതച്ചത്, വേപ്പില, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ല, ഞാൻ ആക്ച്വലി ചതച്ചതാണ്. പേസ്റ്റിനൊക്കെ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക ചതച്ചതായിരിക്കും. ഈ മസാല നന്നായിട്ട് മൂത്ത് വരണം. തീ വല്ലാതെ ചൂടാക്കണ്ട, സ്ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ. കാരണം ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു വരാനുള്ള ചാൻസ് കൂടുതലാണ്. കുറച്ച് ഇതിലിട്ടാൽ മതി. ഇതാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഉപ്പാണ്. അപ്പോൾ ഇത്ര തന്നെ വേണമെന്ന് തോന്നുന്നു. കുറച്ച് നോക്കിയിട്ട് ലാസ്റ്റ് ഇട്ടാൽ മതി. ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്ന കാരണം എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടാവാം, എനിക്കറിയില്ല. ഒന്ന് ഉണ്ടാക്കി നോക്കി, ട്രൈ ചെയ്യുന്നതാണ്. ചിലപ്പോൾ കൊള്ളാവും കേട്ടോ. നോക്കാതെ കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ യൂട്യൂബ് ആകെ ഒരു തവണ ഞാൻ കണ്ടിട്ടുള്ളൂ. യൂട്യൂബ് നോക്കാതെ ഞാൻ ട്രൈ ചെയ്യുന്നത്. ദെൻ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പുളിയാണ്. കുറച്ച് പുളി ചേർക്കാം. പുളി മതിയാവും. ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി, ഇല്ലെങ്കിൽ കരിയാൻ ചാൻസ് ഉണ്ട്. ഇതിൽ പിന്നെ ഞാൻ എൻ്റേതായ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. മത്തി നമ്മൾ ഇടുകയാണ്. അപ്പോൾ ബെറ്റർ നമ്മളൊരു ചെറിയ സൈസ് മത്തി ഇടാവും. ഇതിലാണ് ചെറിയ സൈസ് മത്തി ഇടാവും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഞാൻ ഏകദേശം ചെറിയ സൈസിലൊരു 10-20 മത്തി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണോ പറ്റുക അതേപോലെ ചെയ്താൽ മതി. ഇതിൽ കടന്നിട്ട് ഡീപ്പ് ഫ്രൈ ആവണം. അപ്പം ഇത് മീൻ ഇട്ടതിന് ശേഷം മാത്രമാണ് ഗ്യാസ് നമ്മൾ തീ കുറച്ച് കൂടുതലായിട്ട് വെക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് നമ്മൾ ഗ്രേവിയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ അടച്ചു വെക്കാം കേട്ടോ. കളറൊക്കെ നല്ലുണ്ട്, പക്ഷേ എരിവാണ് തോന്നുന്നത്. മുളക് പൊടി കൂടി അറിയില്ല. ട്രൈ ചെയ്ത് നോക്കാം. കൂടിയാലില്ലെങ്കിലും നമ്മളിത് കഴിച്ച് ട്രൈ ആക്കും അല്ലേ. മുളക് പൊടി കൂടിയ തോന്നുന്നത് ഗൈസ്. നല്ല കളറുണ്ട്. അമ്മത് കാശ്മീരി അല്ലേ? കാശ്മീരിയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. മറ്റേതാണെങ്കിൽ നമ്മളിവിടെ മിക്സ് ഡീപ്പ് ഫ്രൈ ആവണ്ട, നമ്മൾ സ്ലോ കുക്ക് ചെയ്തിട്ടാണ് എടുക്കണേ. ഇതിൽ കടന്നിട്ട് പതുക്കെ വേവട്ടെ. കളറും നന്നായിട്ടുണ്ട് അല്ലേ? ഇനി ഒരു ഭംഗിക്ക് നമ്മൾ ഫ്രഷ് വേപ്പിൻ്റെ ഇല, വീട്ടിലുണ്ടാക്കിയ ഫ്രഷ് വേപ്പിൻ്റെ ഇല ഒന്ന് ഫ്രഷ് ആയിട്ട് നട്ട് കൊടുക്കാം അല്ലേ. ഇതോടെ കടന്നു ഇതൊന്നാവട്ടെ ഗൈസ്, നമുക്ക് വരെ വെയിറ്റ് ചെയ്യാം.
ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ ഒരു സജഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. കാരണം ഞാൻ ഫസ്റ്റ് ടൈം അത്ര എനിക്ക് അങ്ങനെ കുക്ക് ചെയ്യാൻ അറിയില്ല. ഫസ്റ്റ് ടൈം യൂട്യൂബ് നോക്കിയിട്ട് ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കാന്നല്ലാതെ ഡീപ്പായിട്ടൊന്നും എനിക്കറിയില്ല. എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയാം. ഇതിന് നല്ല എരിവ് കൂടിയിട്ടുണ്ട് തോന്നുന്നുണ്ട്, കണ്ടിട്ട് എരിവ് കൂടിയിട്ടുണ്ട്, ഉപ്പും കൂടിയിട്ടുണ്ട് തോന്നുന്നു. എന്തായാലും നമുക്ക് ഏട്ടനെ കൊണ്ട് തന്നെ കഴിപ്പിക്കാം. ഞാൻ എന്തായാലും കഴിക്കണില്ല, എനിക്ക് എന്തായാലും പേടി. ഏട്ട കഴിച്ചോളൂ. അയ്യോ കരിഞ്ഞോ? കരിഞ്ഞിട്ടില്ല, നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് തോന്നുന്നു, അറിയില്ല, നോക്കിയേക്കാം. ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്ന കാരണം ഒരു ടെൻഷൻ. ഇത് വീട്ടിൽ നമ്മൾ എല്ലാവരും ഇന്ന് എല്ലാവരെയും കൊണ്ടൊന്ന് കഴിപ്പിക്കുന്നതായിരിക്കും. മമ്മി എല്ലാവരും കഴിക്കുക, ഞാൻ കഴിക്കില്ല കാരണം എനിക്ക് ടെൻഷൻ. നാളെ ബാങ്കിൽ പോകണമെങ്കിൽ ഞാൻ കഴിക്കുന്നില്ല. അപ്പം ഇവരെ കൊണ്ട് തന്നെ ഇത് കഴിപ്പിക്കാം. സംഭവം മണമൊക്കെ ഉണ്ട്, ഗുണം ഉണ്ടോ എന്ന് നോക്കിയേക്കാം. വലിയ കുഴപ്പമില്ല തോന്നുന്നു, പക്ഷെ എരിവ് കൂടി തോന്നുന്നു. കളറുണ്ട്, എന്ത് നോക്കാം. നല്ല മൊരിഞ്ഞ് നല്ല, അതായത് നല്ല ഫ്രൈ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഈ മസാല കംപ്ലീറ്റ് ആയിട്ട് ഇതിന് പിടിക്കണം. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഒന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുക, തന്നെ ഒന്ന് സ്ലോ ഫ്ലെയിമിൽ തന്നെ ഇടുക. അപ്പോൾ നന്നായിട്ട് ഇത് കുക്കായിട്ട് വരും. ഇത് മൊരിഞ്ഞ് വരുന്ന വരെ വെയിറ്റ് ചെയ്യുക കേട്ടോ. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതായത് നല്ല മൊരിഞ്ഞിട്ടുണ്ടോ നമുക്ക് നോക്കി വെക്കാം. ഇല്ലെങ്കിൽ വീണ്ടും അങ്ങനെ തന്നെ ഇടാം. യെസ്, മൊരിഞ്ഞിട്ടുണ്ട് തോന്നുന്നുണ്ട്. ഇതിൻ്റെ കളറാണോ എന്ന് എനിക്കറിയില്ല, അത് കണ്ടിട്ട് മൊരിഞ്ഞ പോലെ ഉണ്ട്. സ്മെല്ലുണ്ട്, വലിയ കുഴപ്പമില്ല. പക്ഷെ എരിവ് കൂടിയിട്ടുണ്ട് തോന്നുന്നു. എരിവ് കൂടിയാലും ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്ന കാര്യം എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. വേറെ പാകമില്ല, കഴിക്കാൻ പാകമുള്ളൂ. ഫൈനലി നമ്മുടെ മീൻ ഫ്രൈ ചെയ്തത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം നമ്മളൊന്ന് ഫുഡ് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. നമ്മൾ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇനി നമുക്ക് ചേട്ടനെ കൊണ്ട് കഴിപ്പിക്കാം. അപ്പം എങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. കറി ഉണ്ടാക്കിയത് അമ്മയാണ്, ഫ്രൈ ഞാൻ ഉണ്ടാക്കി. അപ്പം നമുക്ക് ചേട്ടനെ കൊണ്ട് ഫുഡ് കഴിപ്പിക്കാം. ഫുഡായിട്ടുണ്ട്, എങ്ങനെയുണ്ട് നോക്കാം. ഞാൻ ടേസ്റ്റ് ചെയ്ത് തരാം, എനിക്ക് പേടിയാ. ഉണ്ട്, പക്ഷെ പുളി അല്ലാണ്ട് കൂടിയ പോലെ. ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. വലിയ കുഴപ്പമില്ല, പുളി കുറച്ച് കൂടി, അത്രേ ഉള്ളൂ. ബാക്കി കറക്റ്റ് ആണ്, ഉപ്പൊക്കെ കറക്റ്റ്. പക്ഷെ പുളി കൂടി പോയത് എനിക്ക് ഇട്ടപ്പോ തന്നെ തോന്നി. പിന്നെ എരിവ് കൂടി പോയി, പക്ഷെ കാശ്മീരി ആയതുകൊണ്ട് അത്ര കുഴപ്പമില്ല. അപ്പൊ എന്തായാലും എരിവ് കൂടിയിട്ടൊന്നുമില്ല, സൂപ്പറായി ഉണ്ടാക്കി.